നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വാ പ്രണവേ, നമുക്ക് പോ. നിങ്ങൾ നിക്ക്. പൂജ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കാണാതായ മരതകമാലയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. അക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഞങ്ങളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. എടുത്തതാരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിധി ആമാടപ്പെട്ടി എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഒരു എതിർപ്പും പറയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു അപകടം മണത്തായിരുന്നു. പക്ഷേ ഇത്രയ്ക്കൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നും ആരെയാണ് ഉദ്ദേശിച്ചതെന്നും ആ ആൾക്ക് കൃത്യമായിട്ട് അറിയാം. അറിയാനൊന്നുമില്ല. ആന്റിയുടെ മുറി കയറി ചാവി എടുത്ത് ലോക്കർ തുറന്ന് നെക്ലേസ് എടുത്തോണ്ട് പോയ ആള് തന്നെയായിരിക്കും ഈ മാല മോഷ്ടിച്ചത്. വീട് വിട്ടിറങ്ങിയ അമ്മയും സഹോദരനെയും വലിയ മണിമാളികയൊക്കെ എടുത്ത് താമസിപ്പിച്ചിരിക്കുകയാണല്ലോ. അതിനുള്ള പണം നിനക്ക് എവിടുന്ന് കിട്ടി? സത്യം പറ നിധി, ആ മരതകമാല നീ എടുത്ത് പണയം വെച്ചോ അതോ വിറ്റ് കളഞ്ഞോ? ശിവാനി, അനാവശ്യം പറയരുത് കേട്ടോ. ഈ മോഷണം എന്ന് പറയുന്നത് രക്തത്തിൽ അലിഞ്ഞേർന്നിട്ടുണ്ട് ചിലർക്ക്. അങ്ങനെയുള്ളവർക്ക് പണത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം മോഷണത്തിനെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക. പ്രണവേ, മര്യാദയ്ക്ക് സംസാരിക്കണം. നിധി മരതകമാല എടുത്തതിന് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവ് നിരത്തി എനിക്ക് ആരെയും കളിയാക്കണമെന്നൊന്നുമില്ല. പ്രണവേ, കുറച്ചു നേരം കൂടി ഇവിടെ നിന്നാലേ സ്വന്തം മരുമകളെ രക്ഷിച്ചിട്ട് ഇവരില്ലേ എന്നെ കളിയാക്കും. വാ പ്രണവേ, നമുക്ക് പോവാം. ഡീ, അമ്മ എന്തിനാ ഇപ്പൊ ശിവാനിയെ തല്ലിയത്? മിണ്ടി പോരുത് നീ. നീ വാ തുറന്ന് അടുത്തത് നിനക്കായിരിക്കൂടാ. എന്താ എടുത്തിത്? ഒരു കാര്യമില്ലാതെ ശിവാനി എന്തിനാ തല്ലിയത്? ഇത് വളരെ മോശമായി പോയി. മരതകമാല കട്ടവളെ പിന്നെ ഞാൻ പിടിച്ച് മടിയിലിരുത്തി കൊഞ്ചിക്കണോ? എടുത്തി എന്താ ഈ പറഞ്ഞത്? സത്യം തന്നെയാ. മരതകമാല മോഷ്ടിച്ചത് ഇവള് തന്നെയാ. മോഷണം നടത്തിയതും പോരാഞ്ഞിട്ട് ആ കുറ്റം നിധിയുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്നോ? കള്ളി. എന്ത് തെളിവുണ്ടായിട്ട് അമ്മ ശിവാനിയെ കള്ളിന്ന് വിളിക്കുന്നേ? അതെനിക്ക് അറിയണം. തെളിവുണ്ട്. എന്ത് തെളിവ്? ഇവള് മരതകമാല മോഷ്ടിച്ചു എന്നതിന് സാക്ഷിയുണ്ട്. എന്താ കാണോടാ നിനക്ക്? അങ്ങനെ ഒരു സാക്ഷി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. ഗൗതം, അവനെ കൊണ്ടുവാ. ശരി അമ്മേ. ഇവനാണ് ആ സാക്ഷി. ഗൗതം, ആരാ ഇത്? ശിവാനി ഇവിടുത്തെ പൂജാമുറിന്ന് മോഷ്ടിച്ച മരതകമാല വിൽക്കാനായിട്ട് ഇവനെയാണ് ഏൽപ്പിച്ചത്. ഇവനാണ് പ്രധാന കള്ളിയായ ഇവളുടെ കൂട്ടുകളൽ. സത്യോടെ എനിക്കൊന്നും അറിയില്ല. ഇവനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഇവനെല്ലാം ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. ഇതിലെന്തോ ചതിയുണ്ട്. സത്യം പറയടാ, ആരാടാ നീ? നിന്നെ ഒരു വാടകയ്ക്ക് എടുത്തല്ലേ? സത്യം പറഞ്ഞോണം. നീ ഇവനെ തല്ലാൻ കയ്യോങ്ങിയപ്പോ ഇവൻ എന്റെ ആളായതുകൊണ്ടൊന്നല്ല ഞാൻ തടഞ്ഞത്. ഒരു പോറല് പോലും വെൽക്കാതെ ഇവനെ എനിക്ക് പോലീസിൽ ഏൽപ്പിക്കാനുള്ളതാണ്. ഇവന്റെ വായിന്ന് നിനക്ക് സത്യം കേട്ടാ പോരെ? അത് ഞാൻ പറയിപ്പിക്കാം. ശിവാനി നിന്നെ ഏൽപ്പിച്ച സാധനം എടുത്ത് കാണിക്കടാ.
എന്താണ് ഉണ്ടായെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. സത്യമായിട്ടും ഞാൻ ഈ മാല മോഷ്ടിച്ചിട്ടില്ല. ഈ വീട്ടിലേക്ക് കയറിയിട്ടുമില്ല. ഇതെടുത്ത് എൻ്റെ കൈ കൊണ്ട് തന്നത് ശിവാനി മാഡമാണ്.